ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പവിത്രത്തിൻ്റെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വേദയുടെ മുന്നിൽ വന്ന് വിക്രം വഴക്കുണ്ടാക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ വിക്രം വേദയോട് പറയുന്നുണ്ട്, ഈ വേദാളമേ, ഞാനൊരു ഗുണ്ടയാണ്, എങ്കിലും ഒരു പെണ്ണിനിങ്ങനെ പരസ്യമായിട്ടൊന്നും ഞാനൊരു വിലയിടില്ല. അത് നിൻ്റെ വീട്ടുകാർക്കും മാത്രമേ അതിന് പറ്റുള്ളൂ. പക്ഷേ വിക്രത്തിനെ കൊണ്ട് പറ്റില്ല, ഒരു സ്ത്രീക്ക് വിലയിടാൻ വിക്രത്തിനെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വേദയുടെ മുന്നിൽ വിക്രം ചൂടാവുകയാണ് കേട്ടോ. നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ അത്രയും കാശുണ്ടെങ്കിലേ ആ കാശ് കൊണ്ടൊന്നും വിക്രത്തിനെ വിലക്കെടുക്കാൻ കഴിയില്ല എന്ന് നിൻ്റെ അച്ഛനോട് നീ ഒന്ന് പറഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞ് വേദേനെ വിക്രം ചീത്ത പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് ഈ നമ്മുടെ ശങ്കരനാരായണൻ ഒന്നും അറിയാതെയാണ് കേട്ടോ ഈ പൈസ വേദയുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. അത് ചേട്ടനും ചേട്ടത്തിയും കൂടിയിട്ടാണ് വേദയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പൈസ ഇറക്കി കളിച്ചതെന്നുള്ള കാര്യം വേദ വിളിച്ച് മുത്തശ്ശിയോട് പറഞ്ഞ ശേഷമാണ് കേട്ടോ അറിയുക. അപ്പോൾ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛന് ഭയങ്കര വിഷമാവും. അപ്പോൾ അത് അവസാനം അച്ഛൻ ചെന്ന് അച്ഛമ്മയുടെ മടിയിൽ കിടന്ന് വിഷമിച്ച് പറയുന്നുണ്ട്, ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അമ്മ ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അച്ഛൻ കരയുന്നുണ്ട് കേട്ടോ. ശ്രീനിസാറിൻ്റെ പാർട്ടിക്കാർ നമ്മുടെ വിക്രമിനും വേദയ്ക്കും ഒരു സ്വീകരണം നൽകുന്നുണ്ടെന്നും പറഞ്ഞ് ഒരു പോസ്റ്ററൊക്കെ നമ്മുടെ രാധ കാണും കേട്ടോ. ആ പോസ്റ്റർ കാണുമ്പോൾ രാധയ്ക്ക് ദേഷ്യം വരികയാണ്. രാധ ആ പോസ്റ്റർ വലിച്ച് കീറി നമ്മുടെ മാഷിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് നമ്മുടെ മാഷിൻ്റെ മുന്നിൽ വെച്ചും എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ വിക്രമിന് നേരെ ചുരുട്ടി എറിഞ്ഞു കൊടുക്കുക കേട്ടോ. നിങ്ങളൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതാണല്ലേ നിങ്ങളിപ്പോൾ ഭാര്യ ഭർത്താവിനെ പോലെയാണല്ലേ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാധ ചൂടാവുന്നുണ്ട് കേട്ടോ നമ്മുടെ വിക്രത്തിനോട്. വിക്രം വേദയും കൂടിയിട്ട് റൂമിൽ സംസാരിക്കുകയാണ് കേട്ടോ. വേദ വിക്രമിനോട് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നില്ല, ഇനിയെങ്കിലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഞാനിനി നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിച്ച് തന്നെ കാണിക്കാൻ പോവുകയാണ്. ഇതിൽ നിങ്ങളൊന്നും പറയരുത്. എന്തായാലും എനിക്ക് ഒരു വില തന്നിരിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ നമ്മുടെ വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.